ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ കല്യാണ വീടുകളിലൊക്കെ ചില അമ്മാവന്മാരുണ്ട്. വീട്ടുകാരുമായി ചിലപ്പോൾ ഇയാൾക്ക് വളരെ അകന്ന ബന്ധമൊക്കെ കാണത്തുള്ളൂ. പക്ഷെ എന്നാലും എൻ്റെ തലയിലൂടെയാണ് ഈ ചടങ്ങുകൾ മുഴുവൻ ഓടുന്നത് എന്ന ഒരു ഭാവത്തിലൊക്കെ ആയിരിക്കും ഇയാളുടെ പെരുമാറ്റങ്ങൾ. സകലത്തിലും കയറി അഭിപ്രായം പറയും. സിറ്റൗട്ടിൽ കിടക്കുന്ന കസേര എടുത്തിട്ട് പുള്ളി മച്ചിൽ കൊണ്ടുവെക്കും. അവളുടെ മച്ചിൽ ചാരി വെച്ചിരിക്കുന്ന ഏണിയെടുത്ത് പ്ലാവിൽ കൊണ്ട് ചാരി വയ്ക്കും. ഇങ്ങനെ ഒരുപാട് തലതിരിഞ്ഞ പരിപാടികളായിരിക്കും പുള്ളി ചെയ്യുന്നതെല്ലാം. അങ്ങനെ ലോകത്തിന് കിട്ടിയ ഒരു അമ്മാവനാണ് നമ്മുടെ ട്രംപ് അമ്മാവൻ. കഷായം ഉണ്ടാക്കിയാലും ഈ ട്രംപ് അമ്മാവൻ അതിൽ കയറി ഇടപെടും. കഷായത്തിൽ ആവണക്കെണ്ണ ചേർക്കണമെന്ന് ഇയാൾ ബലം പിടിക്കും. അങ്ങനെ പുള്ളി ഷൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും കയറി ഇടപെടും എന്നുള്ളതാണ് വസ്തുത. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇറാനെ വിരട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്നാൽ വേഗം ഇങ്ങോട്ട് പോര്, പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വിവരമറിയും എന്നാണ് ഇറാൻ ഇതിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല എന്നാണ്. ഇറാനെ ആക്രമിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇതിനെ പുള്ളി വിശദീകരിക്കുന്നത്. എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും താല്പര്യമില്ല, പക്ഷെ യുദ്ധം ചെയ്യണോ അതോ നിങ്ങൾ ആണവായുധം കൈവശം വെക്കണോ എന്നറിയാനുള്ള തിരഞ്ഞെടുപ്പാണെങ്കിൽ ഇറാൻ ചെയ്യേണ്ടത് ചെയ്താൽ ഒരുപക്ഷെ യുദ്ധം ചെയ്യേണ്ടി വരില്ല. ഈ വിഷയം വളരെ വേഗം നമുക്ക് അവസാനിപ്പിക്കാനും കഴിയും എന്നൊക്കെയാണ് ട്രംപ് വീമ്പിളക്കുന്നത്. അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ ദിവസമായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. അങ്ങോട്ട് ഇറങ്ങി നോക്കുക അമ്മാവ എന്ന് പലരും പറഞ്ഞിട്ടും ഇങ്ങനെ കരക്കിരിക്കുകയാണ് എന്നുള്ളതാണ് രസം. ഇറാന്റെ ഭീഷണി ട്രംപിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് അയാളിപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള അയാളുടെ സകല വിമാനങ്ങളും ആയുധങ്ങളും സൈന്യവും എല്ലാം എങ്ങോട്ടൊക്കെയോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയല്ല, ഖത്തറിലെ സൈനിക കേന്ദ്രത്തിലേക്ക് ഇനി ഒരൊറ്റ സൈനികൻ പോലും പ്രവേശിച്ചേക്കരുത് എന്നാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ലോകം വിലയിരുത്തുന്നത് അമേരിക്ക ഇതാ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു, ഇപ്പോൾ അമേരിക്ക വന്ന് ഇറാനെ അടിച്ച് നിരപ്പാക്കും എന്നൊക്കെയാണ്. എന്നാൽ ഇയാൾ ഈ ആയുധം എല്ലാം എടുത്തുകൊണ്ട് പോയി എവിടെ നിന്നാണ് യുദ്ധം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഇവരുടെ ഈ താവളങ്ങളല്ലാതെ ഹോർമുസ് കടലിടുക്കിലോ അല്ലെങ്കിൽ പേർഷ്യൻ കടലിലോ അതല്ലെങ്കിൽ ചെങ്കടലിലോ മാത്രമേ നിന്ന് യുദ്ധം ചെയ്യാനേ അമേരിക്കയ്ക്ക് കഴിയുള്ളൂ. അതാണ് ഇവർക്ക് ഏറ്റവും അടുത്തുള്ളത്. എന്നാൽ ഈ സ്ഥലങ്ങളെല്ലാം ഇറാന്റെയും ഹൂത്തികളുടെയും ഒക്കെ ടാർഗറ്റിൽ പെടുന്ന സ്ഥലങ്ങളാണ്. അവർക്ക് നിഷ്പ്രയാസം ഇവിടങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെ തിരിച്ചൊരു പ്രത്യാക്രമണം നടത്തിക്കൊണ്ട് നേരിടാൻ കഴിയും. ഇനി അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, പസഫിക് സമുദ്രം ഇങ്ങനെയുള്ള കടലുകളുടെ ചില ഭാഗങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അതൊക്കെ വളരെ ദൂരെയാണ്. ഈ പ്രദേശത്തുള്ള കപ്പലുകളിൽ നിന്ന് അവർക്ക് ഇറാനെ ആക്രമിക്കാൻ കഴിയും. എന്നാൽ ഇറാനോ ഹൂത്തികളോ ഒക്കെ ഈ കപ്പലിനെ ടാർഗറ്റ് ചെയ്താൽ മൊത്തം എല്ലാം വെള്ളത്തിലാകും എന്നുള്ളതാണ് വസ്തുത. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക താമസിക്കുന്നവരും നെതന്യാഹു നിക്കറില്ലാതെ വെള്ളത്തിൽ കിടക്കുകയാണ് എന്നുള്ളതാണ് സത്യം. നാണക്കേട് കാരണം കരയിൽ കയറാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. യുദ്ധത്തിന് ചാടി ഇറങ്ങി ഊരിപ്പോയ നിക്കറ് കണ്ട് ലോകം മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിനെ കളിയാക്കി ചിരിക്കുകയാണ്. ഇസ്രായേൽ മുഴുവൻ തകർത്ത് തരിപ്പണം അടിച്ചല്ലോ. ഇനി ട്രംപ് നിക്കറ് കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ അയാളുടെ സഹായം എത്തിയിട്ട് വേണം ഈ നെതന്യാഹുവിനൊന്ന് കരയ്ക്ക് കയറാൻ. ഇറാനെ സംബന്ധിച്ചാണെങ്കിൽ ഇസ്രായേലിന്റെ ചാത്ത ഉണ്ടട്ടെയോ ഞാൻ ഈ ചെരുപ്പിടുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. മൊത്തത്തിൽ പ്രശ്നമാണെന്നുള്ളതാണ്. പരസ്പരം വെല്ലുവിളികളാണ് നടത്തുന്നത്. ആർക്കും എങ്ങും എത്താനും കഴിയുന്നില്ല. ഈ യുദ്ധത്തിൽ ഇസ്രായേലിനേക്കാൾ നാശം ഇറാൻ ഉണ്ടായിട്ട് പോലും അത് ചർച്ച ചെയ്യാതെ ഇസ്രായേലിന്റെ നഷ്ടത്തെക്കുറിച്ച് ലോകം മുഴുവൻ പരിഹസിക്കുന്നത് യുദ്ധത്തിൽ ഇറാൻ ഒറ്റയ്ക്കും ഇസ്രായേലിനൊപ്പം അമേരിക്ക, UK, ഇറ്റലി, ജർമ്മനി തുടങ്ങി അനേകം രാഷ്ട്രങ്ങൾ ഉള്ളതുകൊണ്ടുമാണ്. അതുമാത്രമല്ല, അറബികളുടെ ഭാഗത്ത് നിന്ന് ജോർദാനും ഈജിപ്തും സിറിയയും ഇങ്ങനെ തുടങ്ങി കുറേ ഈ കുളങ്കലക്കി മീൻ പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവന്മാർ അവിടെ നിന്ന് ഇറാൻ അയക്കുന്ന മിസൈലുകളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഉപകാരമാണ് ഇസ്രായേലിന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അറബ് യൂണിയനിൽ പോയിട്ട് സംസാരിക്കുകയും അവിടെ നിന്ന് തീറ്റയും കുടിയും കഴിഞ്ഞ് ഇറങ്ങി വരികയും ചെയ്യും. വെറും ചതിയന്മാരായ രാഷ്ട്രങ്ങളാണ്. ഇതൊക്കെ ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല. സിറിയ പിന്നെ കൂട്ടണ്ട. ഈ സിറിയയിലെ ജോലാനി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. അപ്പം അയാളെ സംബന്ധിച്ച് അയാളുടെ നിലനിൽപ്പും ജീവനും മാത്രമാണ് പ്രശ്നം. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ വാലാട്ടിയായിട്ട് നിന്നേ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് പോലും ഇസ്രായേലിന് കനത്ത നാശം വരയ്ക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ നമ്പർ 1 ശക്തി ഇറാനാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അത് ഇറാന്റെ കഴിവ് തന്നെയാണ്. അതും 10-40 കൊല്ലമായി ലോകം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ രാജ്യം ഇസ്രയേലിനോ അമേരിക്കയ്ക്ക് വെല്ലുവിളിക്കാൻ തയ്യാറാവുകയും ഇസ്രയേലിന് അതിഭയങ്കരമായ നാശം വരുത്താനും കഴിയുന്നുണ്ടെങ്കിൽ ഇനി അഥവാ തോറ്റുപോയാൽ പോലും വിജയം ശരിക്കും ഇറാന്റെ കൂടെ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകരുന്നതും കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഇറാനിലെ ഫോർഡോ മലനിരകളിലെ അവരുടെ ആണവ കേന്ദ്രം ഇപ്പം തകർക്കും എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് ഏറെ. എന്നാൽ ഇസ്രായേൽ കാലങ്ങളായി ഈ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ഫോർഡോ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചു എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അമേരിക്കയ്ക്ക് പോലും ഈ ആണവ കേന്ദ്രത്തെ തകർക്കുക അസാധ്യമാണെന്നാണ് ലോകത്തുള്ള യുദ്ധകാര്യ വിദഗ്ധരിൽ പലരും അഭിപ്രായം പറയുന്നത്. അതിന് കാരണം ഈ കേന്ദ്രത്തെ തകർക്കാൻ അമേരിക്ക ഉപയോഗിക്കേണ്ടത് അവരുടെ കയ്യിലുള്ള GBU-57 എന്ന ഒരു ബോംബാണ്. ഇതിൻ്റെ പവർ ഏതാണ്ട് 30,000 പൗണ്ടാണ്, അതായത് 13,600 കിലോഗ്രാം. ഈ ബോംബിന് 60 മീറ്റർ, അതായത് ഏതാണ്ട് 200 അടി വരെ കോൺക്രീറ്റ് തകർക്കാനുള്ള ശേഷി ഉണ്ടെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ ഈ ഫോർഡോ മലനിരകളുടെ ഉയരം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത് 90 മുതൽ 100 മീറ്റർ വരെ ഉയരമുള്ളതാണ്. തന്നെയുമല്ല, ഈ ഫോർഡോ മലനിരകൾ ഗ്രാനൈറ്റ് ഇനത്തിലുള്ള കല്ലുകൾ കൊണ്ട് അടിങ്ങിയിട്ടുള്ള ഒരു മലയാണ്. ഇത് വളരെ കടുപ്പമുള്ള കല്ലുകളാണ്. ഇതൊന്നും അത്ര പെട്ടെന്നൊന്നും തകർക്കാനൊന്നും ആർക്കും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ മലയുടെ 200 അടിയോ അല്ലെങ്കിൽ അതിലും അധികമോ താഴ്ചയിലാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ 60 മീറ്റർ കോൺക്രീറ്റ് പൊട്ടിക്കാൻ മാത്രം കഴിയുന്ന ബോംബ് 100 മീറ്റർ മല തുരന്നിട്ട് 200 മീറ്റർ താഴെ ചെന്ന് ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കും എന്ന് പറയുന്നതിലെ ബ്ലണ്ടർ എത്ര അർത്ഥശൂന്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി അഥവാ ഈ കേന്ദ്രത്തിൽ ഇറാൻ ഉരുക്കുപാളികൾ കൊണ്ട് ലെയറുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഈ ആണവ കേന്ദ്രത്തെ തൊട്ടു നോക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഭൂമികുലുക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽപ്പെട്ടതാണ് ഇറാൻ. വലിയ ഭൂമികുലുക്കങ്ങൾക്ക് ഭൂമി പിളർത്താനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അഥവാ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, സൗദി അറേബ്യയിലുള്ളവരാണെങ്കിൽ അവർ നേരെ അൽഖർജ് എന്ന സ്ഥലത്തേക്ക് ചെന്ന് അവിടെ നിന്ന് ഏതാണ്ട് 10-15 കിലോമീറ്ററുള്ള ദുബയ്യ എന്നൊരു സ്ഥലത്തേക്ക് ചെല്ലുക. അവിടെ നിങ്ങൾക്ക് കാണാം, പണ്ടെങ്ങാണ്ടോ ഭൂമികുലുക്കത്തിലൂടെ ഒരു 10-300 മീറ്റർ താഴ്ചയിൽ ഭൂമി ഇങ്ങനെ പിളർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 ഭാഗങ്ങളായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഭൂമികുലുക്കം പല രീതിയിലും റിയാക്ട് ചെയ്യും. അതുകൊണ്ട് ഭൂമികുലുക്കത്തെ അതിജീവിക്കാനുള്ള എല്ലാ സംവിധാനവും ഇറാൻ അവരുടെ ആണവ നിലയങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതല്ലാതെ അമേരിക്കൻ ബോംബിനെ ഭയന്നൊന്നും ആയിരിക്കില്ല അവർ അവരുടെ ആണവ നിലയത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. സാധാരണ ഈ ആണവ നിലയങ്ങൾ പണിയുന്നത് അഥവാ അപകടമുണ്ടായാൽ അണുവീകരണം തടയാനും ബോംബ് ആക്രമണങ്ങൾ ബാധിക്കാതിരിക്കാനും കോൺക്രീറ്റും ഉരുക്കിന്റെ ബാറുകളും ഉപയോഗിച്ചാണ്. ഇത്രയധികം ഭീഷണിയുള്ള ഇറാൻ ഇതൊന്നും ഉപയോഗിക്കാതെ പത്രക്കടലാസിൽ ആണവ നിലയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് നമ്മുടെ ചാനൽ ചർച്ചയിലെ ടച്ച് പണിക്കാർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അവരിപ്പോൾ അമേരിക്ക ഇങ്ങോട്ട് വന്ന് അവരുടെ കയ്യിലുള്ള 30,000 പൗണ്ടുള്ള ബോംബ് അങ്ങോട്ട് കൊണ്ടിട്ടിട്ട് ഈ ആണവ നിലയം ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കും, അതിലൂടെ അണുവീകരണം ഉണ്ടാകും, ഇറാനിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടും എന്നൊക്കെ ഇവരിങ്ങനെ അടിച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവർ ഉദാഹരണമായിട്ട് കാണിക്കുന്നത് ഇസ്രായേൽ ഇതിനു മുമ്പ് ആക്രമിച്ചിട്ടുള്ള ഇറാന്റെ ആണവ കേന്ദ്രത്തിന് സമീപമുള്ള ഈ കണ്ടെയ്നർ ഓഫീസുകളുണ്ട്. ആ ഓഫീസുകളിൽ ബോംബിട്ട് തകർത്തതിൻ്റെ കുറച്ച് ചിത്രങ്ങളാണ് ഇവർ ഇതിന് തെളിവായിട്ട് കാണിക്കുന്നത്. ഇതുകൊണ്ട് എല്ലാം അടിച്ച് പൊളിച്ച് കളഞ്ഞു എന്നൊക്കെ അടിച്ചിങ്ങ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അറിവുകളെ അവർക്കുള്ളൂ. ഒരു ആണവ സ്ഫോടനം അല്ലെങ്കിൽ ആണവ വികിരണത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത രീതിയിലാണ് ഇവരൊക്കെ ഈ സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കയ്യിലുള്ള ബോംബിൻ്റെ പവർ ട്രംപിന് തന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇറാന്റെ ആണവ കേന്ദ്രം അടിച്ച് പൊളിക്കും എന്ന് അയാൾ എങ്ങും പറയാത്തത്. പകരം ആണവ വികാരത്തെ അടിച്ചു തകർക്കുമെന്നാണ് അയാൾ പറയുന്നത്. അതായത് ഇറാന്റെ ആണവ വികാരം ഉണ്ടല്ലോ, ഞങ്ങൾ ഇത് ഉണ്ടാക്കും എന്ന് പറയുന്ന ആ ഒരു വികാരത്തെയാണ് ട്രംപ് അടിച്ചു പൊളിക്കുമെന്ന് പറയുന്നത്. അതല്ലാതെ ഒരിക്കൽ പോലും ഇറാന്റെ ആണവ കേന്ദ്രം ഞങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അമേരിക്കയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്, വേണമെങ്കിൽ ഈ ബോംബ് ഉപയോഗിച്ച് ഈ ഫോർഡോ മലനിരകളിലെ കുറച്ച് കല്ലുകൾ പൊട്ടിച്ചുകൊണ്ട് നേരെ അമേരിക്കയെ കൊണ്ടുപോയി മെക്സിക്കൻ അതിർത്തിയിലെ മതിൽ കെട്ടാൻ ഉപയോഗിക്കാം. അത് ചിലപ്പോൾ നടന്നേക്കും. അത്രയും കല്ലേ കിട്ടുള്ളൂ. കാരണം ഇത് മല പൊട്ടിക്കാനേ പറ്റുള്ളൂ ഈ സാധനം. അല്ലാതെ അതിൻ്റെ അടിയിലേക്ക് പോയി ഈ
ആണവ കേന്ദ്രമൊന്നും ഒരിക്കലും ഈ ബോംബിന് തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ബില്ലാദിനെ പഠിക്കാൻ ഈ ബോംബ് ഇപ്പോൾ ഉപയോഗിക്കും, അതായത് അഫ്ഗാൻ മലനിരകളെല്ലാം ഇപ്പോൾ അടിച്ച് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഓർക്കണം. എന്നിട്ട് ബില്ലാദിനെ പിടിക്കാൻ അവസാനം പാകിസ്ഥാൻ സഹായിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ്റെ കാലെ കയ്യെ പിടിച്ചിട്ട് അതിലെവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ട് അവിടെ ചെന്ന് ആക്രമിക്കുകയാണ് ഈ അമേരിക്ക ചെയ്തിട്ടുള്ളത്. ഈ കയ്യിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളെ പോലും പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് എതിരാളിയെ ഭയപ്പെടുത്തുക എന്ന ഒരു തന്ത്രം പണ്ട് കാലത്ത് രാജാക്കന്മാരും ഇന്നത്തെ കാലത്ത് നമ്മൾ റെസ്ലിംഗിൽ പോലും ചെയ്യുന്ന ഒരു കാര്യമാണ്. ട്രംപും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇതൊക്കെ പറയണോ, ഒന്ന് ചെയ്താൽ പോരെ. നെതന്യാഹുവിനെ സംബന്ധിച്ചിട്ട് ഇപ്പം ചെയ്യുന്നത് യുദ്ധത്തിൽ ഇറാനോട് അടിച്ചു നേടാൻ കഴിയാത്തത് കൊണ്ട് ഹാക്കേഴ്സിനെ കൊണ്ട് ഇറാൻ്റെ ബാങ്കുകൾ കൊള്ളയടിപ്പിക്കുക, അതുപോലെ തന്നെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പ്രതിപക്ഷത്തോട് ആഹ്വാനം ചെയ്യുക, അതല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരുമായി വാട്സാപ്പുകളിൽ ചാറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് കണ്ടോ ഞങ്ങൾ ഇത്രയൊക്കെ ഭയങ്കരമായിട്ട് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പരത്തി ഒരു യുദ്ധവിജയം നേടാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇതറിഞ്ഞതോടുകൂടി ഇറാൻ്റെ സർക്കാർ അവിടെ ഉണ്ടായിരുന്ന സകല ഇൻ്റർനെറ്റും ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നേരത്തെ പോലെ വലിയ കാര്യമായ വിവരങ്ങളൊന്നും പുറം ലോകത്തിന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇറാനിലുള്ളവർക്ക് മാത്രമല്ല അവിടുത്തെ നാശങ്ങളുടെ കൃത്യമായ വീഡിയോയോ ഫോട്ടോ എടുത്ത് പുറത്തേക്ക് വിടാൻ കഴിയുള്ളൂ. അതല്ലാതെ ഇസ്രയേൽ ആകാശത്ത് പോയി ഫോട്ടോ എടുത്ത് പെട്ടെന്ന് അയക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ദൂരം എന്നുള്ളൊരു ചിത്രമായിരിക്കും അവരെപ്പോഴും അയക്കുന്നത്. അത് നിങ്ങൾ ഓരോ ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇസ്രായേൽ ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ നേരത്തെ ഗസയിൽ ചെയ്തതുപോലെ ഇറാൻ കൃത്യമായി അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പകരം വീട്ടുന്നത്. അവിടുത്തെ സാധാരണ ജനങ്ങളെ കൊല്ലുകയും ഇന്നിപ്പോൾ ഒരു ആശുപത്രിക്ക് ബോംബിട്ടിട്ടുണ്ട്. ഭയങ്കരമായ പരിക്കും മരണങ്ങളും ആശുപത്രി കുറേ തകരുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഗസയിൽ അവർ ചെയ്തിരുന്ന അതേ രീതിയിലാണ്. കാരണം ഇവരിപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു, ഇവരിപ്പം കരയാൻ തുടങ്ങിയിട്ടുണ്ട്. മാനുഷിക മൂല്യങ്ങളെല്ലാം തള്ളിക്കൊണ്ട് സാധാരണക്കാരെ ആക്രമിക്കുന്നു. ഇത് തന്നെയല്ലേ അവർ ഗസയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അന്നും ഈ ലോകം ഇങ്ങനെ തന്നെ പറഞ്ഞല്ലേ, അവരത് കേട്ടില്ല, ചെയ്തു എന്ന് പറയുന്ന പോലെ ഇറാൻ ഈ പറച്ചിലെല്ലാം അവഗണിച്ചുകൊണ്ട് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുകയാണ്. കേട്ടെന്നതെല്ലാം വരെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മിസൈലുകൾ ഇപ്പോൾ വീഴുന്നതിൻ്റെ കാരണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇറാൻ രണ്ടാം ഘട്ട ഭാരമേറിയ മിസൈലുകളുടെ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് കരുതേണ്ടത്. ഈ മിസൈൽ അയൺ ഡോമിനെയും അമേരിക്കയുടെ താട് സംവിധാനത്തെയൊക്കെ നോക്കി നിർത്തിയാണ് താഴെ വീഴുന്നത് എന്നുള്ളത് ഈ സംവിധാനങ്ങളെല്ലാം തകർന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. ഈ അയൺ ഡോമിനെ കുറിച്ചൊക്കെ വീരവാദം അടിച്ചവർ ഇപ്പോൾ അയൺ ഡോം വായി നോക്കി നിൽക്കുമ്പോൾ ഇനി അയൺ ഡോമും കൊണ്ടുപോയി ഉരുക്കിയിട്ട് വല്ല ഗേറ്റ് പണിയാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.